ആഫ്റ്റർ ഗ്രാജുവേറ്റിംഗ് ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? വിശപ്പ് അതെൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. എനിക്ക് ബാംഗ്ലൂരൊന്നുമില്ല, കേരളമൊന്നുമില്ല, എവിടെ ചെന്നാലും എനിക്ക് വിശക്കുവേ. അങ്ങനെ ഒരു ചങ്ങുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 4 o'clock ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രാവിലെ അധികം എഴുന്നേക്കാറില്ല, പിന്നെ ഉച്ചയാകുമ്പോൾ എഴുന്നേക്കുന്നത്, പിന്നെ ഉച്ചയ്ക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വൈകിട്ടത്തേക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങും. ആ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് അത് വേറെ തന്നെയാണ്. ബാംഗ്ലൂരിലത്തെ ചായ വൺ ഓഫ് ദ ബെസ്റ്റ് ടീ എവറെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ചായ എല്ലാം കുടിച്ച് പിന്നെ വിശപ്പ് എൻ്റെ വിളിയാണല്ലോ, വിശപ്പ് മാറ്റാൻ വേണ്ടി ഒരു പിസ എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ കോളേജിലേക്ക് പോയിട്ടോ. മിക്ക കോളേജിലെയും ചെയർമാനെ അധികം ആരും കണ്ടു കാണത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ കോളേജിലെ ചെയർമാൻ ഹീസ് ദ ബാക്ക് ബോൺ ഓഫ് അവർ കോളേജ്. 24/7 നമ്മുടെ കൂടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇതാട്ടോ ഞങ്ങളുടെ ഡയറക്ടർ സാറ് കുറച്ച് ഹാൻസം ആണ്. കോളേജിൽ നിന്നെല്ലാം പുറത്തിറങ്ങി ഞങ്ങൾ 2 ജ്യൂസ് എല്ലാം കുടിച്ച് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഈ 2 കുരുപ്പുകളുണ്ടല്ലോ അവർ നടന്നു വരുന്നത്. വീഡിയോ എടുക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നു വന്നതാട്ടോ. പക്ഷെ ജസ്റ്റ് ആയിട്ടൊന്ന് പാളിപ്പോയി. പിന്നെ അവരായിട്ട് എല്ലാവരും സംസാരിച്ച് പിന്നെ ഇവരെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റവൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവനെ കളിയാക്കാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു വിശപ്പിൻ്റെ വിളി വന്നു. പിന്നൊന്നും നോക്കിയില്ല, കഠിനമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ആമ്പൂർ ബിരിയാണിയിലേക്ക് വിട്ട കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ ബാംഗ്ലൂരിയൻസിനും അറിയായിരിക്കും ആമ്പൂർ ബിരിയാണി. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ ചേട്ടനെ കൊണ്ട് മാക്സിമം ഞങ്ങളുടെ ആ പ്ലേറ്റിലേക്ക് പീസ് ഇടിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കബാബും കൂടെ ഓർഡർ ചെയ്ത്. ആ ടൈമിൽ നല്ലൊരു മഴ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ചൂട് കബാബും ആമ്പൂർ ബിരിയാണിയും എല്ലാം കൂടിയിട്ട് കഴിക്കാൻ വാവ് സൂപ്പറാണ്. അതെല്ലാം പാഴ്സൽ ഞങ്ങൾ മേടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. ഹോസ്റ്റലിലേക്ക് പോയപ്പം ഞങ്ങളുടെ ഫുഡ് കൊണ്ടുവരുന്ന വണ്ടി അവിടെ ട്രിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ 2 ഗ്രൂപ്പുകളെ കണ്ടത്. പിന്നെ അവരെയും തൂക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഹോസ്റ്റലിലേക്ക് തിരിച്ച് യാത്രയായി. ഇതാട്ടോ ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് ചെന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പം ഇരിക്കുന്നു ഞങ്ങളുടെ 2 മാംസ്. ഇവരോടുമൊക്കെ ബൈ പറഞ്ഞ് അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.